യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് സുവിശേഷത്താലുള്ള വിളിയെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വചനധ്യാനത്തിന് ശേഷം ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള വിളി, ക്ഷണം നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയൊരു കാര്യമാണ്, എത്രത്തോളം മൂല്യമുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മെ തന്നെ കാണുവാൻ വേണ്ടി ക്ഷണിച്ചാൽ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷം എത്ര വലുതായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമ്മൾ യോജിക്കാത്തവരാണെങ്കിൽ പോലും ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നമ്മെ ക്ഷണിച്ചാൽ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷം എത്ര വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതായ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതായ ദൈവം നമ്മെ ക്ഷണിക്കുന്നു, തന്നിലേക്ക് ദൈവം ക്ഷണിക്കുന്നു, തൻ്റെ ഭവനത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതായ പലരെയും ശ്രദ്ധിക്കാറുണ്ട്. അവർ അവരുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ആ ആദ്യത്തെ രക്ഷാനിർണയ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം, പലരും എന്നോട് പറയാറുണ്ട്, ബ്രദറെ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്താ കാരണം എന്നറിയോ? കാരണം അവർ ചെന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലേക്കാണ് അവർ കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് ദാവീദ് പറയുന്നത് രക്ഷയുടെ സന്തോഷം എന്നുള്ളതാണ്. രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ദാവീദ് പറയുന്നുണ്ട്. ദാവീദിന്റെ കാലത്തോ അല്ലെങ്കിൽ പഴയ നിയമ കാലത്തോ കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള രക്ഷ ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വസ്തുതയായ ഒരു കാര്യമാണ്. പക്ഷേ പ്രവചനികമായി ആ രക്ഷ അനുഭവിച്ചവരായ ആളുകളായിരുന്നു ഈ ദാവീദ് മുതലായതായ ദൈവദാസന്മാർ. കാരണം അവരെപ്പോഴും രക്ഷയുടെ പാനപാത്രം എന്നുള്ള വിഷയത്തെക്കുറിച്ച് അവർ തുടർമാനമായി സംസാരിക്കുമായിരുന്നു. പഴയ നിയമത്തിലുള്ള പല ആളുകളും അവർ തങ്ങൾക്ക് ലഭിച്ചതായ ആത്മീക വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഇപ്രകാരം യേശുക്രിസ്തു മൂലം നൽകുന്നതായ അനുഗ്രഹത്തെ അനുഭവിച്ചിട്ടുള്ളവർ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്നതായ ദാവീദ് ന്യായപ്രമാണവും യാഗ വ്യവസ്ഥിതികളും നിലവിലിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തൻ്റെ 51-ാമത്തെ സങ്കീർത്തനത്തിലെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു മുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. അപ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ദാവീദ് ആ ന്യായപ്രമാണം വിഭാവനം ചെയ്യുന്നതായ യാഗ സംവിധാനങ്ങളെക്കാളും ദൈവം തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഈ ഹൃദയത്തെ നിരസിക്കില്ല എന്നുള്ള പുതിയ നിയമത്തിന്റെ പ്രമാണത്തെ പ്രവചനികമായി മനസ്സിലാക്കി അത് അനുഭവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അതേപോലെ തന്നെ മറ്റു ദൈവദാസന്മാരും ഇപ്രകാരം തന്നെ ആ ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും യേശുക്രിസ്തു മൂലമുള്ള ആ അനുഗ്രഹത്തെ അവർ അനുഭവിച്ചവരായിരുന്നെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകാം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തിൽ പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായ അറിവിലേക്ക് നൽകിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ കാലത്ത്, ന്യായപ്രമാണ കാലഘട്ടത്തിൽ അംശമായി അവർ ഈ വരുന്നതായ കൃപയെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നു. അതാണ് ദാവീദിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളെല്ലാം തന്നെ ഭാഗ്യമുള്ള ആളുകളാണ്. കാരണം ഈ പുതിയ നിയമകാലത്ത് ജനിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് അനുഭവിപ്പാനും ആത്മാവിൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആത്മീയ നന്മകളെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് നമ്മൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചല്ലോ, സുവിശേഷം അത് നമുക്ക് ഒരു ക്ഷണമായാണ് ലഭിക്കുന്നത്. ഒരാൾ നമ്മളോട് ഒരു ലഘുലേഖ നൽകി സുവിശേഷം പറയുകയാണെങ്കിൽ, ഇനി അഥവാ സുവിശേഷം പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ലഘുലേഖ നൽകി ആ ലഘുലേഖ നമ്മൾ വായിക്കുമ്പോൾ അതിലൂടെ സുവിശേഷമാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ആ സുവിശേഷം നമ്മെ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടെത്തിക്കുവാൻ മതിയാതാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ദിസ് ഇസ് ആൻ ഇൻവിറ്റേഷൻ ഓൾസോ. ഇത് ഒരു ക്ഷണം കൂടിയാണ്, അതായത് ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള ക്ഷണമാണ്. ഞാൻ ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മറ്റൊരു വേദഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ
പെട്ടെന്ന് വരികയുണ്ടായി. ആ വേദഭാഗം കൂടെ നമുക്കിന്ന് വായിച്ചിട്ട് ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. നോക്കൂ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. അപ്പോസ്തലൻ പൗലോസാണ് ഇത് പറയുന്നത്. ക്രൂശിന്റെ വചനം എന്താണ്? ക്രൂശിന്റെ വചനം, സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിന്റെ വചനമാണ്. അതായത് സുവിശേഷത്തിന്റെ ആ ഒരു വളരെ ഹൈലൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൂശാണ്. അതായത് കർത്താവ് യേശുക്രിസ്തു ചെയ്തതായ ഒരു വലിയ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവാർത്തയാണ്. അതായത് യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്ഥാനത്ത് അവൻ ക്രൂശിൽ മരിച്ചു. അത് നിമിത്തം ഇനി എൻ്റെ മേൽ പാപത്തിന് ശിക്ഷയില്ല. അതായത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ യാഗത്തിൽ വിശ്വസിക്കുന്നതായ വ്യക്തികൾക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഒരു വ്യക്തി വിശ്വസിക്കുന്നില്ല എന്ന് കരുതുക, അവന് ശിക്ഷാവിധി ഉണ്ട്. കാരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്രൂശുമരണം നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ ക്രൂശുമരണം എൻ്റെ മരണമായിട്ടും യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എൻ്റെ ഉയർപ്പായിട്ടും മാറുന്നുള്ളൂ. അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്കാണ് വാസ്തവമായിട്ടും ഇവിടെ പറയുന്ന അതേ കാര്യം തന്നെ സംഭവിക്കുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന, അതായത് ഈ പാപത്തിന്റെ ശമ്പളമായ മരണമാകുന്ന ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്ന, അതാണ് രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിക്കുന്നത് ആളുകൾ. എൻ്റെ ഒരു അധ്യാപകൻ എൻ്റെ ഭവനത്തിൽ വന്ന് താൻ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ എൻ്റെ പിതാവിന്റെ സഭയിൽപ്പെട്ട ഒരു അച്ചായൻ കടന്നു വന്നിട്ട് സാറിനോട് ഇപ്രകാരം ചോദിച്ചു, സാറ് രക്ഷിക്കപ്പെട്ടതാണോ? അപ്പോൾ സാർ അതിനെ വളരെ പുച്ഛ മനോഭാവത്തോടാണ് അതിനെ പ്രതികരിച്ചത്. കാരണം അങ്ങനെ ഒരു ടേം സാധാരണയായിട്ട് മറ്റു ആളുകൾ, അതായത് സുവിശേഷം അറിയാത്തതായ, ദൈവമക്കളല്ലാത്തതായ, വചനം അറിയാത്ത ആളുകൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ തടവിൽ നിന്നും രക്ഷ പ്രാപിച്ചോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഓടി രക്ഷപ്പെട്ടോ എന്നുള്ള അർത്ഥത്തിലാണ്. അതൊരു തിയോളജിക്കൽ പദം പോലെയാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു പദം ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളമായ മരണം, പാപത്തിന്റെ ഫലമായ മരണം, അതിൽ നിന്നും താങ്കൾ രക്ഷ പ്രാപിച്ചോ എന്നുള്ള ചോദ്യമാണ് അന്ന് ആ പിതാവ് എൻ്റെ അധ്യാപകനോട് ചോദിച്ചത്. എനിക്ക് അന്ന് അത്രത്തോളം ഒരു അറിവ് അതിനെക്കുറിച്ചില്ലെങ്കിലും പിന്നീടാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഉണ്ടായത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിക്കാത്തവരായ ആളുകൾ, അല്ലെങ്കിൽ സുവിശേഷം കേട്ട് അതിനെ സ്വീകരിക്കാത്ത ആളുകൾ എല്ലാവരും തന്നെ ശിക്ഷാവിധിയിലാണ് എന്നുള്ള വസ്തുതയാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഏതാനും ചില പ്രോഗ്രാംസിന് മുമ്പ് ഒരു പ്രോഗ്രാമിൽ പറയുകയുണ്ടായി. ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോകുമോ? അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലുള്ള വളരെയധികം നമ്മൾ ആദരിക്കുന്നതായ വ്യക്തികൾ, അതേ ജീവിതം വളരെ ശുദ്ധമായി ജീവിച്ചു എന്ന് മനസ്സിലാക്കാവുന്ന വ്യക്തികൾ സ്വർഗത്തിൽ പോവോ എന്ന് ചോദിക്കാറുണ്ട്. അവർ തന്നെ ചോദിക്കാറുണ്ട്, ചില കുഞ്ഞുങ്ങൾ അവർ മരിച്ചുപോയാൽ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിലെല്ലാം തന്നെ ഒരു മറുപടി ദൈവവചനത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളോട് പറയട്ടെ. പക്ഷെ ആദ്യം ചോദിച്ചതായ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ തന്നെ ക്രൂശിന്റെ വചനം അത് വിശ്വസിക്കുന്നവർക്കാണ്, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്കാണ് ദൈവശക്തിയായി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. നിങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചോ അവന്റെ മരണത്തെക്കുറിച്ചോ അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചോ ഇന്ന് അവൻ എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചോ അറിയാവുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അറിവ് ചെറുപ്പിക്കുകയുള്ളൂ. പക്ഷെ കേവലം ആ അറിവ് മാത്രമല്ല, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ശിക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി എനിക്ക് പാപത്തിന് ശിക്ഷയില്ല, ആ പാപത്തിൽ നിന്നും ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാണ്. ദൈവശക്തിയാൽ നമ്മുടെ ശിക്ഷ മാറിപ്പോകുന്നു. ദൈവശക്തിയാൽ നമുക്ക് നിത്യജീവനെ ലഭിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് ഇപ്രകാരമുള്ള ഒരു അറിവും അനുഭവവും പ്രാപിച്ചിട്ടുള്ളവരുണ്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ അത് പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യങ്ങളിലെ ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പരാമർശിച്ചിട്ട് ഇന്ന് നമുക്ക് ഈ മെസ്സേജ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7:37 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടു. അത് ഒന്നുടനെ ഞാൻ വായിക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഉത്സവത്തിന്റെ മഹാദിനമായ യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന ദിവസം, വളരെ പ്രധാനമുള്ള ദിവസം, യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട്, അതായത് ഈ ആളുകളെല്ലാം തന്നെ, ഈ യഹൂദന്മാരുടെ ഉത്സവത്തിന്റെ പ്രത്യേകതയുണ്ട്, ഇവരെല്ലാവരും തന്നെ വളരെ തയ്യാറോടുകൂടെ, വളരെ ആത്മീയ വാഞ്ചയോടുകൂടെ കടന്നു വരുന്നവരായ ആളുകളാണ്. പക്ഷെ യേശുക്രിസ്തുവിന് മനസ്സിലായി, ഇവരെല്ലാവരും ഈ ഉത്സവത്തിനൊക്കെ വന്നിട്ട് വെറുതെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് തിരിച്ചു പോകുന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ യാതൊരു വിധമായ സന്തോഷമോ സമാധാനമോ അവർക്ക് അനുഭവിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളത്. അതായത് സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് ദൈവത്താൽ ഉള്ളതായ സന്തോഷവും സമാധാനമാണ്. സാധാരണ നമ്മുടെ നാട്ടിലും ഉത്സവത്തിനൊക്കെ ധാരാളം ആളുകൾ കടന്നു പോകാറുണ്ട്. ചില ആളുകളൊക്കെ അവിടെയുള്ള ഈ കളിപ്പാട്ടങ്ങളും വീട്ടുപകരണങ്ങളൊക്കെ കാണാനും വാങ്ങിക്കാനൊക്കെ പോകുന്ന ആളുകളാണ് വളരെയധികം ആൾക്കാർ. എന്നാൽ അതേപോലെ തന്നെ അവിടെ ചെന്ന് ആത്മീയമായ കാര്യങ്ങളിൽ ഒരു സംതൃപ്തി ഉണ്ടാകുവാനും സായുജ്യം അടയുവാനൊക്കെ ആഗ്രഹിച്ച് കടന്നിരുന്നതായ ധാരാളം പേരുണ്ട്. പക്ഷെ അവർ പിറ്റേ വർഷവും അതിനുവേണ്ടി അവർ വന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് പിന്നെയും ദാഹിക്കുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ശമര്യക്കാരത്തെ സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിക്കും, പിന്നെയും ഇവിടെ വരേണ്ടി വരും. പക്ഷെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ ഓർക്കുന്നു, 2014 വർഷത്തിൽ ഞാൻ മറ്റൊരു രാജ്യത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതായ ഒരു വളരെ ബഹുമാന്യനായ ഒരു വ്യക്തി, അദ്ദേഹം അമേരിക്കയിൽ വളരെ സുപ്രധാനമായ ഒരു ജോലി ചെയ്യുന്നതായ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം എന്നോട്, ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാധന സ്ഥലത്തെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് എല്ലാ വർഷവും അവിടേക്ക് വരാറുണ്ടോ? അദ്ദേഹം പറയുന്നു, ഞാൻ 2-3 തവണ അടുപ്പിച്ച് വന്നു, പിന്നീട് യാത്രയുടെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് വരാൻ കഴിയുന്നില്ല. വരണം എന്നുണ്ട്, പക്ഷെ ഞാൻ ഇത്രത്തോളം പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ഭാഗ്യമുള്ളവരെ, നിങ്ങൾ ആ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് ആവർത്തിച്ച് എങ്ങും പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ രക്ഷയും സമാധാനവും സ്വസ്ഥതയും എല്ലാം ഒരിക്കലായി അനുഭവിച്ചു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ വായിച്ചതുപോലെ എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ആ വ്യക്തി ഒരു സോഴ്സായിട്ട് മാറും. ഈ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് അവനിൽ നിന്നും വാങ്ങി കുടിക്കുന്ന, അതായത് അവരിൽ നിന്നും രക്ഷയുടെ ആ പാനപാത്രം കുടിക്കുന്നതായ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇത് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ച് അത്രയും പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രയും പറയുന്നത്. അതായത് രക്ഷിക്കപ്പെടുന്നതായ, സുവിശേഷം സ്വീകരിക്കുന്നതായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് നമ്മളുടെ അത്താഴം കഴിക്കുന്നതിനെ കുറിച്ചല്ല യേശു ഇവിടെ പറയുന്നത്, മറിച്ച് ഫെലോഷിപ്പിനെ കുറിച്ച്, ബന്ധത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവൻ വാതിൽക്കൽ മുട്ടുക, ആ വാതിൽ മുട്ടുന്നത് കേട്ട് ആരെങ്കിലും തുറന്നാൽ അതേ സുവിശേഷമാകുന്ന ഇൻവിറ്റേഷൻ വീണ്ടും വീണ്ടും നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു പ്രാവശ്യം സുവിശേഷം കേട്ടാലും പിന്നെയും കേൾക്കാനുള്ള ഭാഗ്യം, അവസരം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കും. ഇത് അവരുടെ വീടിന്റെ വാതിൽക്കൽ മുട്ടുന്ന പോലെയുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾ വാതിൽ തുറന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകുകയാണ്. ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. അതായത് സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. അത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ ജീവിക്കുന്നതായ ആളും സമൂഹത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ലോകത്തിലുള്ള എല്ലാവിധമായ ആളുകൾക്കും, അത് ഭാഷയെന്നില്ല, വംശമെന്നില്ല, വർഗമെന്നില്ല, രാജ്യമെന്നില്ല,
നിറമെന്നില്ല, എല്ലാവർക്കും ഉള്ളതാണ് സുവിശേഷം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുവിശേഷത്തെ നിങ്ങൾക്ക് അവഗണിച്ച് പോകാൻ കഴിയത്തില്ല. അഥവാ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങളുടെ നിത്യതയും അതോടുകൂടെ നഷ്ടപ്പെടുകയാണ്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു നിത്യതയിലേക്കുള്ള പ്രവേശനത്തിൽ സുവിശേഷം കേട്ട് സുവിശേഷത്താൽ ലഭിക്കുന്നതായ ആ ദൈവശക്തി അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സന്ദർഭമാണ് ഈ വചനത്തിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ, അതെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കുമെന്നുള്ള ആ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കുക. അല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ അതിനായി സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഇവിടെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവീൻ, അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, അങ്ങയുടെ മക്കളുടെ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ അവർ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആശ്വാസം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയാലും നിറയപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു.